വർഷങ്ങളേറെ കടന്നുപോയി. വരം നേടിയ രാവണന്റെ അഹങ്കാരവും ഏറി വന്നു. ഒരിക്കൽ സഭയിലിരുന്നിരുന്ന രാവണന്റെ മുന്നിലേക്ക് ഒരു വലിയ അലർച്ചയോടെ ശൂർപ്പണഖ ഓടി വന്നു. മുഖവും ശരീരവും അവൾ പകുതി വസ്ത്രം കൊണ്ട് മറച്ചു പിടിച്ചിരുന്നു. ശൂർപ്പണഖ രാവണന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. എന്തിനാണ് കരയുന്നതെന്ന് പ്രിയ സഹോദരിയോട് രാവണൻ ചോദിച്ചു. മറച്ചു പിടിച്ച വസ്ത്രം മാറ്റി ചേതനയേറ്റ തൻ്റെ മുഖവും മാറിടവും ശൂർപ്പണഖ രാവണന് കാണിച്ചു കൊടുത്തു. അലറിക്കൊണ്ട് രാവണൻ ചോദിച്ചു, ആരാണ് ഈ ധിക്കാരം കാണിച്ചത്? ഏത് ദേവനാണ് അല്ലെങ്കിൽ ഏത് കൊടൂര രാക്ഷസനാണ് നിന്നെ ആക്രമിച്ചത്? മനുഷ്യൻ, വെറും ഒരു മനുഷ്യൻ. ശൂർപ്പണഖ മറുപടി പറഞ്ഞു. മനുഷ്യൻ? ഈ രാവണന്റെ സഹോദരിയെ കേവലം ഒരു മനുഷ്യൻ ആക്രമിച്ചെന്നോ? എന്താണ് ഉണ്ടായതെന്ന് പറയൂ. രക്തം വാർന്നൊലിക്കുന്ന ശൂർപ്പണഖയുടെ മുഖത്ത് തലോടിക്കൊണ്ട് രാവണൻ ചോദിച്ചു. ശൂർപ്പണഖ തുടർന്നു. ഞാൻ വിഹരിക്കുന്ന വനത്തിൽ 2 യുവാക്കളെ കാണാനിടയായി. തേജസ്വിനിയായ, ആർക്കും പ്രണയം തോന്നുന്ന 2 പേർ. രാമൻ, ലക്ഷ്മണൻ. അവരിലെ ജ്യേഷ്ഠനായ രാമനോട് ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തി. വിവാഹിതനാണെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഉപപത്നിയായിരിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് ഞാൻ അറിയിച്ചു. അദ്ദേഹം ഏകപത്നിവ്രതനാണെന്നും എൻ്റെ പത്നി നിന്നേക്കാൾ സുന്ദരിയാണെന്നും അദ്ദേഹം എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ദേഷ്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയെ രാക്ഷസ നിയമപ്രകാരം യുദ്ധത്തിന് ക്ഷണിച്ചു. യുദ്ധത്തിൽ വിജയിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ പത്നിയായി മാറാം. യുദ്ധത്തിനായി ഓടിയടുത്ത എന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന ലക്ഷ്മണൻ ഇനി ഒരിക്കലും നീ സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഖഡാരയെടുത്ത് എൻ്റെ മൂക്കും. പിന്നെ ശൂർപ്പണഖ വാവിട്ട് കരഞ്ഞു. ഞാൻ ഉടൻ തന്നെ ആ 3 പേരെയും വധിക്കുന്നതായിരിക്കും എന്ന് അലറി വിളിച്ച് രാവണൻ അവിടെ നിന്നും ഇറങ്ങി. നിൽക്കൂ രാവണ, പിന്നിൽ നിന്നും രാജഗുരു വിളിച്ചു. സൂക്ഷിക്കണം, മനുഷ്യരാണ്, ഓർക്കണം. മനുഷ്യർക്ക് മാത്രമാണ് രാവണനെ വധിക്കാവൂ എന്ന് വരമാണ് താൻ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിച്ചതെന്ന് രാവണൻ അപ്പോൾ ഓർത്തു. ദണ്ഡകവനത്തിൽ മാരീചനുണ്ട്. മാരീചനെ കാണണം. മാരീചൻ എന്തെങ്കിലും ഉപാധി കാണും. രാജഗുരു രാവണനോട് പറഞ്ഞു. രാവണൻ ഉടൻ തന്നെ തൻ്റെ പുഷ്പക വിമാനത്തിൽ ദണ്ഡകവനത്തിലേക്ക് യാത്രയായി. വൈകാതെ രാവണൻ ദണ്ഡകവനത്തിലെത്തി. രാവണനെ കണ്ടതും മാരീചൻ തൊഴുതു വണങ്ങി. രാവണൻ മാരീചനോട് ആവശ്യമറിയിച്ചു. ഓ, മനുഷ്യരെ കൊല്ലാൻ എളുപ്പമല്ലേ? എനിക്ക് മറ്റു ജന്തുക്കളായി രൂപമാറ്റം ചെയ്യാൻ സാധിക്കും. അങ്ങനെ മൂഷിക രൂപം ധരിച്ച് അവരുടെ ഭക്ഷണത്തെ വിഷമയമാക്കിയാൽ അവർ അത് ഭക്ഷിച്ചു മരിച്ചുകൊള്ളും. ആ, ഗംഭീരം. അവർ പിടഞ്ഞു മരിക്കുന്നത് എനിക്കും എൻ്റെ സഹോദരിക്കും നേരിട്ട് ദർശിക്കണം. രാവണൻ അട്ടഹസിച്ചു. വരൂ, നമുക്കവർ വസിക്കുന്നിടത്തേക്ക് പോവാം. ഇരുവരും രാമലക്ഷ്മണന്മാർ വസിക്കുന്ന പഞ്ചവടിയിലേക്ക് യാത്രയായി. പഞ്ചവടിയിലെത്തിയ രാവണനും മാരീചനും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഓരോ നീക്കവും ശ്രദ്ധിച്ചു നിന്നു. കുറച്ചു സമയത്തിന് ശേഷം പഞ്ചവടിയിൽ നിന്നും ഇറങ്ങി വരുന്ന ജാനകിയെ രാവണൻ കണ്ടു. മാരീച, ആരാണത്? ആരാണ് ആ യുവതി? പ്രഭു, അതാണ് രാമൻ്റെ പത്നി ജാനകി. മാരീചൻ രാവണനോട് പറഞ്ഞു. മാരീച, എത്രയെത്ര ദേശങ്ങൾ ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു, എത്ര മനുഷ്യരെ ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷേ ഇതുപോലൊരു സൗന്ദര്യം ഞാൻ മുൻപെവിടെയും കണ്ടിട്ടില്ല. ഇതുപോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല. അവളെ എനിക്ക് വേണം, ലങ്കയ്ക്ക് വേണം. ഈ ലോകത്തിൽ മനോഹരമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം ലങ്കയ്ക്ക് സ്വന്തമാണ്. മാരീച, നീ ഈ യുവാക്കളെ ആശ്രമത്തിൽ നിന്നും അകറ്റൂ. ആ സമയത്ത് സീതയെ ഞാൻ അപഹരിച്ചോളാം. രാവണൻ മന്ത്രിച്ചു. ആ മാത്രയിൽ തന്നെ മാരീചനൊരു മാനായി മാറി. ആ സ്വർണ്ണമാൻ ആശ്രമത്തിന് ചുറ്റും ഓടി നടന്നു. മാനിനെ കണ്ട ജാനകി സ്വർണ്ണമാനിനെ ഇണക്കാൻ ശ്രമിച്ചു. സ്വർണ്ണമാൻ കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ജാനകി രാമനോട് പറഞ്ഞു. നല്ല ഭംഗിയുള്ള മാൻ, നമുക്കതിനെ കൊണ്ടുതരൂ. ജാനകി, അത് വല്ല മായാമാനുമായിരിക്കും. രാമൻ പറഞ്ഞു. ഒരിക്കലുമല്ല ആര്യപുത്ര, നമുക്കതിനെ വേണം. ലക്ഷ്മണനെ ജാനകിയുടെ അടുത്ത് നിർത്തി രാമൻ മാരീചൻ്റെ പുറകിലോടി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ലക്ഷ്മണ എന്നുള്ള അലർച്ച ദൂരെ നിന്നും രാവണൻ കേട്ടു. അതെ, അത് മാരീചൻ്റെ മായാവിദ്യ തന്നെ. കുറച്ചു സമയത്തിന് ശേഷം ലക്ഷ്മണൻ കാട്ടിലേക്ക് പാഞ്ഞുപോയി. ഇത് കണ്ട രാവണൻ പഞ്ചവടിയെ ലക്ഷ്യമാക്കി നടന്നു. രാജ്യമോ സ്ഥാനമോ എന്ത് വാഗ്ദാനം ചെയ്താണെങ്കിലും ജാനകിയെ ഈ വനത്തിൽ നിന്നും എൻ്റെ കൂടെ ലങ്കയിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും രാവണന് പഞ്ചവടിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ ഏതോ ഒരു അദൃശ്യരേഖയുടെ സാന്നിധ്യം രാവണന് മനസ്സിലാക്കാൻ സാധിച്ചു. ജാനകിയെ പുറത്തിറക്കുന്നതിനായി ഒരു വൃദ്ധനായ മഹർഷിയുടെ രൂപത്തിൽ രാവണൻ കുടിലിനടുത്തുള്ള മരച്ചൂട്ടിലിരുന്നു.
എന്നിട്ട് ഭക്ഷണത്തിനായി ഉറക്കെ വിളിച്ചു. വിശന്നിരിക്കുന്ന മഹർഷിയെ ദർശിച്ച ജാനകി ഒരു പാത്രത്തിൽ ഭക്ഷണവുമായി കുടിലിന് പുറത്തു വന്നു. ഇത് സ്വീകരിച്ച് തന്നെ അനുഗ്രഹിക്കണമെന്ന് അദൃശ്യരേഖയുടെ പുറകിൽ നിന്നുകൊണ്ട് ജാനകി പറഞ്ഞു. താൻ വളരെ ക്ഷീണിതനാണെന്നും ദയവായി മരച്ചുവട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നാലും ഭവതി എന്ന് ഋഷിരൂപത്തിലുള്ള രാവണൻ ജാനകിയോട് പറഞ്ഞു. ജാനകി അദൃശ്യരേഖയുടെ പുറത്തു വന്നതും രാവണൻ തൻ്റെ സ്വന്തം രൂപം പൂണ്ട് അട്ടഹസിച്ചു. ഇതെല്ലാം കണ്ട് ജാനകി ബോധരഹിതയായി വീണു. സമ്മതമില്ലാതെ ഒരു സ്ത്രീയെ തൊടുന്നതിൽ ഭയന്ന് ജാനകിയെ മണ്ണോടുകൂടി രാവണൻ പുഷ്പക വിമാനത്തിൽ കയറ്റി പറന്നകന്നു. മാർഗമധ്യത്തിൽ എതിരെ വന്ന ഒരു ഭീമൻ പക്ഷിയുടെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തി. ജടായു ജടായു എന്ന് അർദ്ധബോധത്തിൽ ജാനകി നിലവിളിച്ചു. ജാനകി കൺ തുറന്നപ്പോൾ കാണുന്നത് തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം രാക്ഷസിമാരെയാണ്. തന്നെ തന്നുടെ സ്വാമിയുടെ അടുത്തേക്ക് തിരിച്ചയക്കണമെന്ന് രാവണൻ്റെ അടുത്ത് ജാനകി കേണപേക്ഷിച്ചു. ജാനകിയെ കണ്ടപ്പോൾ ശൂർപ്പണഖ കഠാരയുമായി ഓടിയെടുത്തു. നിന്റെ മുഖവും ഞാൻ എന്നെപ്പോലെ വിരൂപകമാക്കുമെന്ന് ജാനകിയെ നോക്കി ശൂർപ്പണഖ അലറി. രാവണൻ ശൂർപ്പണയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ജാനകി ദേവിയെ കൊണ്ടുവന്നത്. ലങ്കയ്ക്ക് അലങ്കാരമായാണ്, എനിക്ക് ആരാധിക്കാനാണ്. ലങ്കയ്ക്കുള്ളതെല്ലാം ഇനി ജാനകിക്കും കൂടിയുള്ളതാണ്. രാവണൻ്റെ ഈ വാചകത്തിലും പ്രവൃത്തിയിലും ശൂർപ്പണയും ലങ്കാനിവാസികളും അമ്പരന്നു നിന്നു.